ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്ത ബാങ്ക് ഇടപാടുകൾ കനക് ബുക്കുകളിലെ ഇടപാടുകളുമായി പൊരുത്തപ്പെടുത്താനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അവലോകന സ്ക്രീനിലേക്ക് നീങ്ങാൻ ഡ്രോയറിൽ നിന്ന് ബാങ്കിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ഒരു ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. ഇറക്കുമതി ചെയ്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നുള്ള ഇടപാടുകൾ കാണാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ടാബിൽ ക്ലിക്കു ചെയ്യുക. കനക് ബുക്സ് ടാബ് ആപ്ലിക്കേഷനിലെ ഇടപാടുകൾ കാണിക്കുന്നു. ഇമ്പോർട്ട് സ്ക്രീനിലേക്ക് നീങ്ങാൻ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ബട്ടൺ ക്ലിക്കു ചെയ്യുക. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുന്ന ബാങ്കിന്റെ പേരിനൊപ്പം ബാങ്ക് തരം തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമതി ചെയ്യുകയാണ്. ഇറക്കുമതി ചെയ്യാനുള്ള ഫയൽ തിരഞ്ഞെടുക്കുക. ബട്ടൺ ക്ലിക്കു ചെയ്യുക. സ്റ്റേറ്റ്മെന്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ബട്ടൺ ക്ലിക്കു ചെയ്യുക. ഇറക്കുമതിയുടെ ഫലം ചുവടെ കാണിച്ചിരിക്കുന്നു. ഇനി സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഇടപാടുകൾ കാണുന്നതിന് നമുക്ക് ബാങ്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ടാബിലേക്ക് മടങ്ങാം. സ്ഥിരസ്ഥിതിയായി ഇറക്കുമതി ചെയ്ത ഇടപാടുകൾ വർഗീകരിക്കപ്പെടാത്ത അവസ്ഥയിലാണ്. ഇടപാടുകളുടെ വിശദാംശങ്ങൾ പട്ടികയിൽ നൽകിയിട്ടുണ്ട്. വർഗീകരണത്തിനോ പൊരുത്തപ്പെടുത്തലിനോ തുറക്കാൻ ഒരു ഇടപാടിൽ ക്ലിക്കു ചെയ്യുക. തിരഞ്ഞെടുത്ത ബാങ്ക് ഇടപാടിന് കൃത്യമായ പൊരുത്തം കനക് ബുക്കുകളിൽ ലഭ്യമാണെങ്കിൽ പൊരുത്തപ്പെടുന്ന ഇടപാടിന്റെ വിശദാംശങ്ങൾ മികച്ച പൊരുത്തങ്ങൾ ചുവടെ പട്ടികപ്പെടുത്തും. ഇവിടെ ഏറ്റവും മികച്ച പൊരുത്തപ്പെടുന്ന ഒരു ഇടപാട് ലഭ്യമാണ്. നിങ്ങൾ കനക് ബുക്സ് ട്രാൻസാക്ഷൻസ് ടാബിലേക്ക് പോയാൽ പൊരുത്തപ്പെടുന്ന ഇടപാടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് വീണ്ടും ബാങ്കിംഗ് ഇടപാട് തിരഞ്ഞെടുത്ത് കനക് ബുക്കുകളിലെ ഇടപാടുമായി പൊരുത്തപ്പെടുത്താം. ഇടപാടുമായി പൊരുത്തപ്പെടുന്നതിന് ബോക്സിലെ മാച്ച് ഐക്കണിൽ ക്ലിക്കു ചെയ്യുക. ടാബിലെ ഫിൽട്ടർ ഐക്കണിൽ ക്ലിക്കു ചെയ്ത് പൊരുത്തപ്പെട്ട സ്റ്റാറ്റസ് അനുസരിച്ച് ബാങ്കിംഗ് ഇടപാട് ഫിൽട്ടർ ചെയ്യുന്നതിന് പൊരുത്തപ്പെട്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അടുത്തിടെ നടന്ന ഇടപാടുകൾ അവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. കനക് ബുക്ക് ഇടപാടുകളിലെ സ്റ്റാറ്റസിലെ മാറ്റവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ബാങ്ക് ഇടപാടുമായി തിരഞ്ഞെടുത്ത ഇടപാടുമായി പൊരുത്തപ്പെടാതിരിക്കാൻ ഇടപാട് തുറന്ന് അൺമാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ബാങ്കിംഗ് ഇടപാടുമായി പൊരുത്തപ്പെടാം. ബാങ്കിംഗ് ടാബിൽ നിന്ന് മറ്റൊരു ഇടപാട് തുറക്കുക. തിരഞ്ഞെടുത്ത ബാങ്ക് ഇടപാടുമായി പൊരുത്തപ്പെടുന്ന ഇടപാടുകളൊന്നും കനക് ബുക്കുകളിൽ ലഭ്യമല്ലെങ്കിൽ കാറ്റഗറൈസ് മാനുവലി ടാബ് സ്വതവേ തിരഞ്ഞെടുക്കപ്പെടും. നിങ്ങൾ മാച്ച് ട്രാൻസാക്ഷൻസ് ടാബിൽ ക്ലിക്കു ചെയ്യുകയാണെങ്കിൽ പൊരുത്തങ്ങളൊന്നും ലഭ്യമല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ ഇടപാടിനെ സ്വമേധയാ തരംതിരിക്കാം. വിഭാഗം തിരഞ്ഞെടുക്കുക. നിർബന്ധിത ഫീൽഡുകൾ പൂരിപ്പിക്കുക. ബാങ്ക് ഇടപാടിന്റെ വിശദാംശങ്ങൾ വിവരണ ഫീൽഡിൽ മുൻകൂട്ടി പൂരിപ്പിക്കും. ഇടപാട് തരംതിരിക്കാൻ സേവ് ബട്ടൺ ക്ലിക്കു ചെയ്യുക. വർഗീകരിച്ച ഇടപാട് കാണുന്നതിന് വർഗീകരിച്ച ഫിൽട്ടർ പ്രയോഗിക്കുക. കാണുന്നതിനായി വർഗീകരിച്ച കനക് പുസ്തകങ്ങളുടെ ഇടപാട് തുറക്കുക. അൺകാറ്റഗറൈസ് ബട്ടൺ ക്ലിക്കു ചെയ്ത് ഇടപാട് അൺകാറ്റഗറൈസ് ചെയ്യുന്നതിന് ഡയലോഗ് സ്ഥിരീകരിക്കുക. നമുക്ക് തിരികെ പോയി കനക് ബുക്കുകളിൽ ലഭ്യമായ ഏറ്റവും മികച്ച പൊരുത്തപ്പെടുന്ന ഇടപാടുകളുള്ള ഒരു ഇടപാടിനെ തരംതിരിക്കാം.
സാധ്യമായ പൊരുത്തങ്ങളുടെ പ്രവർത്തനം പ്രദർശിപ്പിക്കുന്നതിന് ഗാനക പുസ്തകങ്ങളിൽ കുറച്ച് ഔട്ട്ഗോയിംഗ് ഇടപാടുകൾ സൃഷ്ടിക്കാം. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഔട്ട്ഗോയിംഗ് ഇടപാടുകൾ ചേർത്തതിനാൽ ബാങ്കിംഗ് ടാബിൽ നിന്ന് ഒരു ഡെബിറ്റ് ഇടപാട് തിരഞ്ഞെടുക്കാം. മികച്ച മാച്ച് ബോക്സിന് താഴെ സാധ്യമായ പൊരുത്തങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. തിരഞ്ഞെടുത്ത ബാങ്കിംഗ് ഇടപാടുമായി പൊരുത്തപ്പെടുന്ന കനാക് ബുക്കുകളിലെ ഇടപാടുകളാണിവ. തീയതികളോ തുകയോ വ്യത്യസ്തമായിരിക്കാമെന്നതിനാൽ ഇവ കൃത്യമായ പൊരുത്തങ്ങളല്ല. പൊരുത്തപ്പെടുത്തുന്നതിനായി പട്ടികയിൽ നിന്ന് മറ്റൊരു ഇടപാട് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പൊരുത്തപ്പെടുന്ന എല്ലാ ഇടപാടുകളും തിരഞ്ഞെടുക്കുന്നതിന് സെലക്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തീർപ്പാക്കാത്ത തുക ചുവടെ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നു. ഇത് ബാങ്ക് ഇടപാടിൽ നിന്ന് തിരഞ്ഞെടുത്ത പൊരുത്തങ്ങളുടെ തുക കുറച്ചുകൊണ്ട് കണക്കാക്കുന്നു. ഇടപാട് വ്യക്തിഗതമായി തിരഞ്ഞെടുക്കുന്നതിന് ഇടപാടിന് എതിർവശത്തുള്ള ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ഷൻ നീക്കം ചെയ്യാൻ മൈനസ് ഐക്കൺ ഉപയോഗിക്കുക. ഇടപാട് വിജയകരമായി പൊരുത്തപ്പെടുന്നതിന് തീർപ്പാക്കാത്ത തുക 0 ആയിരിക്കണം. മാച്ച് ബട്ടൺ പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇടപാടുകളുമായി പൊരുത്തപ്പെടുന്നതിന് അതിൽ ക്ലിക്കു ചെയ്യുക. ഇടപാടുകളുടെ സ്റ്റാറ്റസിലെ മാറ്റം കനക് ബുക്ക് ടാബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. തുക കുറയ്ക്കുന്നതിന് ഒരു ഇടപാട് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ പൊരുത്തപ്പെടുത്തലിനായി ബാങ്കിംഗ് ടാബിൽ നിന്ന് ഒരു ഇടപാട് തുറക്കുക. സാധ്യമായ പൊരുത്തങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒരു ഇടപാട് തിരഞ്ഞെടുക്കുക. തീർപ്പാക്കാത്ത തുകയുമായി പൊരുത്തപ്പെടുന്ന ഒരു ഇടപാടും പട്ടികയിൽ ലഭ്യമല്ലെങ്കിൽ തീർപ്പാക്കാത്ത തുകയ്ക്ക് ഒരു പുതിയ ഇടപാട് ചേർക്കുന്നതിന് പുതിയ ഇടപാട് ലിങ്കിൽ ക്ലിക്കു ചെയ്യുക. ഡെബിറ്റ് ഇടപാടുകൾക്കായി ഡയലോഗിലെ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് കനക് ബുക്കുകളിൽ ഒരു ചെലവ് ഇടപാട് ചേർക്കാൻ കഴിയും.
ഇടപാട് സംരക്ഷിക്കുമ്പോൾ പുതുതായി ചേർത്ത ചെലവിനൊപ്പം സാധ്യമായ പൊരുത്തങ്ങളുടെ പട്ടിക അപ്ഡേറ്റ് ചെയ്യും. ഇടപാടുകളുമായി പൊരുത്തപ്പെടാൻ മാച്ച് ബട്ടണിൽ ക്ലിക്കു ചെയ്യുക.